സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ CEO നേരത്തെ പങ്കജ് ഭണ്ഡാരി നേരത്തെ തന്നെ എടുത്തൊരു പൊസിഷൻ, ഞങ്ങൾ സ്വർണം പൂശിയ ഒരു വസ്തു സ്വീകരിക്കാറില്ല, മറിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിയ സ്വർണ്ണപ്പാളി എന്നത് ചെമ്പായിരുന്നു എന്നാണ്. സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ഈ സ്വർണം പൂശിയെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകുമ്പോൾ ഈ സ്വർണം ഉരുക്കിയത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവർക്കതിൽ എന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്താണോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ ഈ സ്വർണം ഉരുക്കി കൈവശപ്പെടുത്തിയ ശേഷം ഇത് ചെമ്പായി അവരുടെ കൈപ്പക്കലെത്തിക്കുകയായിരുന്നു? അതാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സംശയം. ഷഫീദ്, ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യമനുസരിച്ച്, അതായത് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് സംശയിക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അതിനാണ് SIT അന്വേഷണവും. അത് ഏതെങ്കിലും തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതുപോലെ തങ്ങളുടെ പക്കൽ ചെമ്പ് പാളിയാണ് എത്തിയത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാദത്തെ ദേവസ്വം വിജിലൻസ് സംശയത്തോടെ മാത്രം കാണുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷനും സംശയമുനയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GK, ശരി, ഞാൻ വരാം. ദിലീപ് കുമാർ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഈ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ദേവസ്വത്തിന്റെ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംവിധാനം തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, അതേപോലെ തന്നെ ഈ തിരുവാഭരണ കമ്മീഷണറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്. ഇതൊക്കെ തന്നെ ശബരിമലയിലെ ക്രയവിക്രയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടിക്രമങ്ങളൊക്കെ തന്നെ അതിൽ സുതാര്യതയും അതുപോലെ തന്നെ അതിലെ പിഴവുകൾ ഇല്ലാതെ അത് നടപ്പാക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷഫീദ് പറഞ്ഞിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് 2019 സാധാരണ നിലയിൽ ശബരിമലയിലെ ഈ സ്വർണം പൂശൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് സന്നിധാനത്ത് വെച്ചോ ശബരിമല പരിസരത്ത് വെച്ചോ ആകണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതിന് വിരുദ്ധമായി സ്വർണ്ണപ്പാളികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയതാരാണ് എന്നതിലായിരുന്നല്ലോ പ്രധാനപ്പെട്ട സംശയം ഉണ്ടായിരുന്നത്. അത് 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അനുമതിയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരിറക്കിയ ഉത്തരവിന്റെ വെളിച്ചത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബോർഡിന്റെ ഒത്താശയില്ലാതെ ഏതാനും ചില ജീവനക്കാരും മറ്റു ചില തൽപര കക്ഷികളും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ചേർത്ത് വെച്ച് നടത്തിയ ഒരു വൻ തട്ടിപ്പ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇതിലും വലിയ കാട്ടുകള്ളന്മാർ ഇതിന് പിന്നിലുണ്ട്, അവരിലേക്ക് കൂടി എത്താൻ പോകുന്നു അന്വേഷണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദിലീപ്, ഗോപികൃഷ്ണൻ, ഈ ശബരിമലയിലെ സാധനങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ചില ചട്ടങ്ങളും വ്യവസ്ഥകളും അതോടൊപ്പം തന്നെ ആചാരപരമായി പിന്തുടർന്നു വരുന്ന ചില കാര്യങ്ങളുമുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം മാനുവലുണ്ട്, അതിൽ പറയുന്ന പ്രകാരമേ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. മാത്രമല്ല, ശബരിമലയിൽ ഈ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് പുറത്തു കൊണ്ടുപോകുന്നതിന് ദേവന്റെ അനുമതി വാങ്ങണം എന്ന കാര്യമുണ്ട്. തന്ത്രിക്ക് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ട്, തന്ത്രിയുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. ശബരിമലയിലെ സാധന സാമഗ്രികൾ, ആഭരണങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്, അവിടെ ഭണ്ഡാരങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ തിരുവാഭരണം കമ്മീഷണർ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾക്ക് വേണ്ടി മാത്രം, അയാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണോ ഈ തട്ടിപ്പുകൾ? ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ഓരോരോ കാര്യങ്ങൾ പല കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ 24 തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള 4 സുപ്രധാനമായ ബ്രേക്കിങ്ങുകളുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളാണത് നമ്മുടെ തിരുവനന്തപുരം പ്രതിനിധി ഷഫീദ് പുറത്തു കൊണ്ടുവന്നത്. ആ റിപ്പോർട്ടുകളിലൊക്കെ ആ വാർത്തകളിലൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇതിന് കൂട്ടുനിന്നു, ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി തന്നിരിക്കുന്ന ആ വാർത്ത തന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ടാണ് ദേവസ്വം സെക്രട്ടറി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.